മാങ്ങാക്കാരാണ്. അപ്പം നമ്മൾ മാങ്ങയും മീനും വെച്ചൊരു പുതിയൊരു ഡിഷാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിട്ടിയ മീൻ ഏതാണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയ മീൻ അറബ് നാട്ടിലെ പ്രിയങ്കരമായ മീനാണ്, അമൂർ. നല്ല ഫ്രഷ് അമൂറാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 കിലോ തൂക്കമുള്ള മീനാണ് ഇന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനും നമ്മുടെ ക്യാമറമാനും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. നല്ല കട്ടിയുള്ള ബലമുള്ള മുള്ളാണ്. അമൂറിൻ്റെ വാലെല്ലാം നല്ല കട്ടിയാണ്. ഇനി നമുക്കിതിൻ്റെ ചെതമ്പൽ കളയാം. ചെതമ്പൽ ചെറിയ ചെതമ്പലാണ് അമൂറിൻ്റെ. പക്ഷെ നല്ല ബലമായിരിക്കും, കാരണം തൊലിക്കട്ടി കൂടുതലുള്ള മീനാണ് ഹമൂർ. കട്ട് ചെയ്ത് ക്ലീനാക്കണം. നിങ്ങൾക്ക് ഏകദേശം ആയി. നല്ലപോലെ വെള്ളമൊഴിച്ച് കൊള്ളാം. നല്ലപോലെ ഉപ്പിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉപ്പിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് വെള്ളമൊഴിച്ച് ഉപ്പെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കുക. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന മീനായതുകൊണ്ട് തലയെല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഒന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹമൂർ നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഹമൂറിൻ്റെ ഗ്രില്ലിലേക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ നമുക്ക് ലൈവായിട്ട് തന്നെ പറിക്കാം. ഒരു കിളിമൂക്ക് മാങ്ങയാണ്, കിളിമൂക്ക്. അത് നമുക്ക് പറിക്കാം. അത് മതി. അപ്പോൾ നമ്മുടെ ഫ്രഷായിട്ട് മാങ്ങ പറിച്ചിട്ടില്ല. ഇതിൻ്റെ ചിറക് വരുന്നതല്ല, ഫ്രഷായിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അമൂറിൻ്റെ മസാല സെറ്റിംഗ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. മസാലയിൽ പ്രധാനപ്പെട്ട ഇനം വരുന്നത് നമ്മുടെ പച്ചമാങ്ങയാണ്. കിളിമൂർക്ക് പച്ചമാങ്ങ അരച്ച് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മനോജ് എത്തിച്ചേർന്നിട്ടുണ്ട്. മനോജ് ഇന്ന് വരാൻ വൈകി. മനോജ് വാ. കുറച്ച് ലേറ്റായി വരെ. ബ്ലോക്കാണ്. മനോജ് റോഡ് പണിയിൽ നിന്ന്. മനോജ് റോഡ് പണി ഉണ്ടായിരുന്നാ? നീ വർക്ക് മാറിയില്ലേ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി വെച്ചു. ഒരു കിലോ മീനിലേക്ക് നമുക്ക് 1 പീസ് മാങ്ങ മതി. അത് തൊലിയോടാണ് നമ്മൾ ഈ മാങ്ങ എടുക്കുന്നത്. തൊലി കളയാതെയാണ് എടുക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മളിനി ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നു. മാങ്ങ നല്ലപോലെ അരച്ചെടുക്കുക. മാങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ. വെള്ളത്തിൻ്റെ കണ്ടൻസ് ഇപ്പോഴും ഉണ്ട് മാങ്ങയിൽ. നമ്മുടെ എല്ലാ സാധനം അരച്ച് വെച്ചിട്ടുണ്ട്. അതായത് മാങ്ങ അരച്ച് വെച്ചു, പച്ചമുളക്, മല്ലിയില അരച്ച് വെച്ചു, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരച്ചു വെച്ചു. ഇനി നമുക്ക് മാരിനേഷനിലേക്ക് കിടക്കാം. മസാലപ്പൊടികളെല്ലാം ഇനി മാങ്ങ അരച്ചു വെച്ച മാങ്ങ, മല്ലിയിലയും മുളകും, 3 പച്ചമുളകും മല്ലിയിലയും, ചെറിയുള്ളി, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ട ചെറുനാരങ്ങ, 1/2 ചെറുനാരങ്ങ. അപ്പം നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇന്ന് നമ്മുടെ മസാലയിൽ റെഡേ അല്ലേ അല്ലേ? കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലെല്ലാം മസാലക്കൂട്ടിന് നല്ല മണം വരുന്നുണ്ട്. മസാല നമ്മുടെ മസാലയല്ലേ.
ശരിക്കും നല്ലപോലെ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം. വെറുതെ അങ്ങോട്ട് നേരെ ഇതേപോലെ തേച്ച് പോയിട്ട് കാര്യമില്ല. എന്നാലും ഉപ്പെല്ലാം നല്ലപോലെ ഉള്ളിക്ക് നല്ലപോലെ സെറ്റ് ആവുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മുടെ ബട്ടർ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് പിടിപ്പിക്കും. ഇപ്പം നല്ലപോലെ മസാല എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ അമൂർ 1 മണിക്കൂറോളം നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ടതാണ്. മനോജ് ഇത് ഫ്രിഡ്ജിൽ വെക്കും. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ മനോജ് ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കും. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ നല്ല മസാലയുടെ മണേ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് കഴിക്കണം മസാലയുടെ മണമൊക്കെ കാണുമ്പോഴേ. ഇപ്പൊ തന്നെ കഴിച്ചോട്ടാ, ഞാൻ വേണ്ട പറയില്ല. ഇപ്പൊ തന്നെ കൊടുക്കാം. നമുക്ക് നാരങ്ങ കട്ട് ചെയ്യണം. ഒരു നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്യുക. തക്കാളിയും കട്ട് ചെയ്യുക, ഉള്ളിയും കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ചില്ലി സോസ് ഇതിന് മുകളിലൂടെ ഒഴിക്കുക. ഇനി നല്ലപോലെ ഒന്ന് പുറത്ത് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ചെയ്യാം. ഇനി അടുത്തതായി നമ്മുടെ തക്കാളി ഉള്ളിലേക്ക് വെക്കുക. ഒരു നാരങ്ങ, അതുകൊണ്ട് ഒരു തക്കാളി, ഒരു ഉള്ളി വെക്കുക. നാരങ്ങ വെക്കുക. ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ ഓവനിലേക്ക് കയറ്റാം. മനത് ഓവണൊന്നും നമുക്ക് പ്രീഹീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു 150 പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അമൂർ ഇതിലേക്ക് വെച്ച് കുറച്ച് മസാല ഇതിൽ പുറത്ത് പോയിട്ടുണ്ട്. ഇതിൽ വീണ്ടും അപ്ലൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റിന് ശേഷം നമുക്ക് ഈ ട്രേ ഓവനിലേക്ക് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം. മുകളിൽ ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ട്രേ നേരെ നല്ലപോലെ ചൂടായിട്ട് ഇതിനുള്ളിലേക്ക് വെക്കണം. കറക്റ്റാണല്ലേ മീൻ? ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം 40 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓയിൽ ഒഴിക്കാം. നമ്മൾ തിരിച്ചിട്ടിട്ടില്ല, 2 സൈഡിലും കോയിൽ കത്തുന്നതുകൊണ്ട് തിരിച്ചിട്ടിട്ടില്ല. വീണ്ടും നമുക്ക് ഒന്നും കൂടി വെക്കാം. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ ഏകദേശം 50 മിനിറ്റോളം ആയിട്ടുണ്ട്. അതെ. അപ്പം നമുക്ക് ഓൺ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. ഗ്രീൻ മസാല, ഗ്രീൻ ചുവന്ന കളറോ ഒന്നും ഇല്ലല്ലേ? ശരിക്കും ആ മീൻ നല്ല വെന്തിട്ടുണ്ടല്ലേ? വെന്തിട്ട് അതെ അതെ. നമുക്കിനി അറേഞ്ച്മെന്റിലേക്ക് കിടക്കാം. അല്ലേ മനോജ്? ഓക്കെ. ഹമൂർ ഗ്രിൽ മാങ്ങയുടെ മസാല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പച്ച മാങ്ങ കൊണ്ടുള്ള മസാല. ബോഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ഗ്രീനിഷ് ഹമൂർ ഗ്രിൽ ടേസ്റ്റിംഗ് ചടങ്ങിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോകും. ഞാനും മനോജ്. അപ്പോൾ മനോജ് മനോജിന്റെ അഭിപ്രായമാണ് ഇവിടെ വരുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട് അല്ലേ? പീസെല്ലാം നല്ലപോലെ വെന്ത് കറക്റ്റ് ആയിട്ടുണ്ട്. മനോജ് ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. ഒന്നും പറയാനില്ല, മസാല കറക്റ്റായി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര 1 മണിക്കൂർ വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, മസാല കറക്റ്റാണ് ടേസ്റ്റ്. ഇനി ഞാൻ ചെയ്യാം. നമ്മളിപ്പോ എത്ര സമയം വരെ വെക്കണം അത്രയും നല്ലതാണ്. അത്രയും മസാല അതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെക്കുന്ന ടേസ്റ്റ് അല്ല. ഇത് എൻറ്റർലി ഈ ടേസ്റ്റ് ശരിക്കും മാറിയിരിക്കണം. കാരണം മാങ്ങയുടെ ആ ഒരു സ്മെല്ല് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ആ പുറത്തുള്ള മാങ്ങയുടെ സ്മെല്ല്
ഉപ്പെല്ലാം നല്ലപോലെ ഉപ്പ് കുരുമുളകാക്കാം ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മീനിന്റെ ഡെപ്തിലേക്ക് ഉപ്പ് കുരുമുളകൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചോറ് ടേസ്റ്റ് നോക്ക്. നമ്മൾ ആ 1 hour ഫ്രിഡ്ജിൽ മീൻ വെച്ച സമയത്താണ് നമ്മൾ ചോറൊക്കെ തയ്യാറാക്കിയത്. ഈ മീൻ എടുത്തിട്ട് ശരിക്കും ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യുന്നതിനും സാധാരണ നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പുറത്ത് ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഗ്രില്ല്. ലൈറ്റ് ആയിട്ടുള്ളൂ. മറ്റേതൊക്കെ ഫുൾ മസാലകൾ മാത്രം. മസാലകളും ഞങ്ങളത് ചെയ്യാറുണ്ട്. ഇത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഹമൂർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടില് ഈ മസാല തയ്യാറാക്കുക. ജസ്റ്റ് ഒരു മാങ്ങ കിട്ടിയാൽ മതിയല്ലോ. അപ്പോ കിളിമൂർക്ക് വേണമെന്നില്ല, സാധാരണ ഒരു നല്ലൊരു പുളിയുള്ള ഒരു മാങ്ങ കിട്ടിയാലേ നമുക്കിത് തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.